Hello fellow graphic designers, welcome to the new video of the designer avatar. ഡിസൈനർ അവതാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വേവ് ലൈനുകൾ ഈസി ആയിട്ട് വരക്കാമെന്നുള്ളതിനെ കുറിച്ചാണ്. നമുക്കതിനെ മാനുവലായിട്ട് ചെയ്യുമ്പോൾ നമ്മളതിനെ പെൻ ടൂൾ ഉപയോഗിച്ച് ഇതുപോലെ വരക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഇത് അത്ര കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. പക്ഷെ നമുക്കത് കറക്റ്റായിട്ട് സിമെട്രിക്കലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പമാർഗം ഇതിനകത്തുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ആദ്യമായിട്ട് നമുക്ക് ഒരു ലൈൻ വരക്കാം. ഇവിടെ മെനു ബാറിൽ ടൂൾ ബാറിൽ നമ്മൾ ലൈൻ സെഗ്മെൻറ്റ് ടൂളുണ്ട്. അപ്പോൾ അതുപയോഗിച്ച് നമ്മളിവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇച്ചിരി തിക്നെസ് കൂട്ടി കൊടുക്കാം, വ്യക്തമായിട്ട് കാണുകയുള്ളൂ. ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ എഫക്ട്സ് മെനു ബാറിൽ എഫക്ട്സിൽ പോയി കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴേക്കൊരു ഒരു ചെറിയൊരു പാനൽ പോപ്പപ്പ് ചെയ്ത് വരും. അതിനകത്ത് നമ്മൾ ഡിസ്റ്റോർട്ട് ആൻഡ് ട്രാൻസ്ഫോം എന്ന ഒരു സെക്ഷനുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ചെറിയൊരു പാനൽ പോപ്പപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കുറേ കാണാം: ഫ്രീ ഡിസ്റ്റോർട്ട്, പക്കർ ആൻഡ് ബ്ലോട്ട്, റഫൻ, ട്രാൻസ്ഫോം, ട്വീക്ക്, ട്വിസ്റ്റ്, സിഗ്സാഗ്. ഇതിനകത്ത് നമ്മൾ സിഗ്സാഗ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് ഈ വേവിൻ്റെ ഇതിൻ്റെ കോർണേഴ്സ്, അതിൻ്റെ പോയിൻറ്റ്സുകൾ ഉണ്ടല്ലോ, ഷാർപ്പായിട്ടുള്ള പോയിൻറ്റ്സുകൾ നമുക്ക് സ്മൂത്ത് ചെയ്യാം. സ്മൂത്ത് ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് വേവിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കത് ഷാർപ്പും ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം കോർണർ ഷാർപ്പായിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഷാർപ്പായിട്ടുള്ളത് കണ്ടല്ലോ. പക്ഷെ ഇതല്ല നമ്മൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചത്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അതിനെ വേവിൻ്റെ ആ ഒരു കറക്റ്റ് ഒരു രീതിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിനായിട്ട് വീണ്ടും നമ്മൾ അത് തന്നെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് സിഗ്സാഗ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രിവ്യൂ ആയിട്ട് ഇവിടെ കാണാം. നമ്മളിവിടെ വാല്യൂ മാറ്റുന്നതിനനുസരിച്ച് ഇവിടെ നമ്മുടെ പോയിൻറ്റ്സിൻ്റെ എണ്ണം കൂടുന്നതും കുറയുന്നതും കാണാം. ഉദാഹരണത്തിന് ഞാനിവിടെ റിഡ്ജസ് പെർ സെഗ്മെൻറ്റ് എന്ന ക്ലിക്ക്, ഇവിടെ നമുക്കിത് നീക്കുന്നതിനനുസരിച്ച് നമുക്ക് പ്രീവ്യൂ കാണാവുന്നത് കണ്ടോ. എണ്ണം കൂടുന്നതിനനുസരിച്ച് ഇതിവിടെ പോയിൻറ്റ്സിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇങ്ങനെ പോയിൻറ്റ്സ് വെക്കാം. ശേഷം നമ്മളിവിടെ പോയിൻറ്റ്സ് എന്ന ഭാഗത്ത് സ്മൂത്ത് എന്നും കോർണർ എന്നും രണ്ട് ഭാഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്മൂത്ത് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലാണ് നമ്മൾ വേവിൻ്റെ ഒരു മിനിമൽ ഒരു വേവിൻ്റെ സിമ്പലാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മളെല്ലാവരും പല ഇതിലും കണ്ടിട്ടുണ്ടാവും. ലോഗോയിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇത്തരം പാട്ടുകൾ. അപ്പോൾ അതങ്ങനെ കിട്ടുന്നതാണ്. ഓക്കെ, അതുപോലെ വേവിൻ്റെ നമുക്ക് ആ ഒരു വേവ് ലെങ്ത്ത് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. ഓക്കെ, ഇതിവിടെ കൂടുന്നതിനനുസരിച്ച് നമുക്ക് സെഗ്മെൻറ്റിൻ്റെ എണ്ണം കൂടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ വേറെയും പുതിയ ടിപ്സുമായി അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഇനി ഒരു പറയാൻ മറന്ന കാര്യം, ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. അതുപോലെ താഴെ നിങ്ങൾക്ക് കമൻറ്റുകൾ അറിയിക്കാം. സോ ദിസ് ഇസ് സൈനിങ് ഓഫ് സുലൈമാൻ.